ഹേ എവരിവൺ, മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ റോളിലേക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പല കാൻഡിഡേറ്റ്സും ഒരു കോമൺ മിസ്റ്റേക്ക് ചെയ്യും. അവർ ആൻസർ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ലെവൽ ഓഫ് തിങ്കിങ്ങിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഞാൻ ആ ഇഷ്യൂ സോൾവ് ചെയ്തു, ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. പക്ഷേ മിഡിൽ മാനേജ്മെൻറ്റ് റോളിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ നോക്കുന്നത് എക്സിക്യൂഷൻ മാത്രമല്ല, ആക്ച്വലി അസസ് ചെയ്യുന്നത് വേറെ ഒരു ലെവൽ ഓഫ് തിങ്കിങ്ങിൽ നിന്നായിരിക്കും. ഫസ്റ്റ് തിങ് ഇസ് പ്രയോറിറ്റി ഹാൻഡ്ലിങ്, ഓക്കെ, ഓർ പ്രയോറിറ്റി മാനേജ്മെൻറ്റ്. മൾട്ടിപ്പിൾ ടാസ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടീംസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതിന് ഫസ്റ്റ് ഫോക്കസ് ചെയ്യും? ഹൗ യു ഡിസൈഡ് വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് പീപ്പിൾ ഹാൻഡ്ലിങ്. സോ ടീം മെമ്പേഴ്സ് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഇൻ കേസ് സം ലോ പെർഫോമൻസ് ഉണ്ടായാൽ, കോൺഫ്ലിക്റ്റ് വന്നാൽ നിങ്ങളത് എങ്ങനെ മാനേജ് ചെയ്യും? അതാണ് പീപ്പിൾ ഹാൻഡ്ലിങ്ങിൽ നോക്കുന്നത്. തേർഡ് വൺ ഇസ് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റ്. ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ എങ്ങനെ അലൈൻ ചെയ്യും, എങ്ങനെ മീറ്റ് ചെയ്യും, ഇതൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റിൽ നോക്കുന്നത്. നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അപ്വേർഡ്, ഡൗൺവേർഡ് ആൻഡ് അക്രോസ്. ഓക്കെ, സോ ഫോർത്ത് വൺ ഇസ് ഡിസിഷൻ മേക്കിംഗ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. സോ ഇൻഫർമേഷൻ ഫുൾ ക്ലിയർ അല്ലാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ വളരെ പ്രഷറായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആൻഡ് ടൈം ലൈൻസ് ഭയങ്കര ടൈറ്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ എങ്ങനെ ഡിസിഷൻ എടുക്കും? അതാണ് ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻ്റർവ്യൂവേഴ്സ് നോക്കുക. സോ ഫിഫ്ത്ത് വൺ ഇസ് ഡെലിഗേഷൻ ആൻഡ് ഓണർഷിപ്പ്. സോ മിഡിൽ മാനേജ്മെൻറ്റ് പറയുന്നത് നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ സ്വയം എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല. ഓക്കെ, സോ കറക്റ്റ് വർക്ക് കറക്റ്റ് പീപ്പിൾ അസൈൻ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കി, അതാണ് നോക്കുന്നത്. സോ സിക്സ്ത് വൺ ഇസ് ബിസിനസ് തിങ്കിങ്. സോ ഇൻ്റർവ്യൂവർ നോക്കുന്നത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമോ എന്നത് മാത്രമല്ല, നിങ്ങൾ ഈ ടാസ്ക് ചെയ്യുന്നതിലൂടെ എന്ത് ഇമ്പാക്റ്റാണ് ബിസിനസ്സിനുണ്ടാക്കുന്നത്. ഓക്കെ, ഓർഗനൈസേഷന് ഓവറോൾ എന്ത് ബിസിനസ് വാല്യൂ ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്നൊരു കാര്യം കൂടെ അവർ നോക്കും. സിമ്പിളായി പറഞ്ഞാൽ, മിഡിൽ മാനേജ്മെൻറ്റ് ഇൻ്റർവ്യൂവിൽ ആൻസർ ചെയ്യുമ്പോൾ ഐ ഡിഡ് ദിസ് എന്ന ലെവലിൽ നിന്ന് ഐ അലൈൻ ദിസ്, ഐ ലെഡ് ദിസ്, ഐ പ്രയോറിറ്റൈസ് ദിസ്, ഐ ഹാൻഡിൽ ദിസ് ആൻഡ് ഐ ഡ്രോ ടു ദിസ് ഔട്ട്കം. സോ ആ ലെവലിലേക്ക് മൂവ് ആവണം. അതാണ് ഒരു റിയൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. മിഡിൽ മാനേജ്മെൻറ്റ് റോളിൽ നിങ്ങൾക്ക് വാല്യൂ പേഴ്സണൽ ഔട്ട്പുട്ടിൽ മാത്രമല്ല, ടീം ഔട്ട്പുട്ട്, കോർഡിനേഷൻ, ദെൻ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡയറക്ഷൻ, ഇതിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായാലും ഒരു കാൻഡിഡേറ്റ് ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് പോലെ സൗണ്ട് ചെയ്യും. ഓക്കെ, മറ്റൊരു കാൻഡിഡേറ്റ് മാനേജ്മെൻറ്റ് റെഡി പോലെ സൗണ്ട് ചെയ്യും. സോ ഡിഫറൻസ് സ്കില്ലിൽ മാത്രമല്ല, ആൻസറിൻ്റെ ലെൻസിലാണ്. സോ ഇഫ് യു ആർ ആൻസറിങ് അറ്റൻഡിങ് ഫോർ ആൻ ഇൻ്റർവ്യൂ ഫോർ മിഡിൽ മാനേജ്മെൻറ്റ്, ഡോണ്ട് ആൻസർ ലൈക്ക് എ ഡൂവർ. Okay, answer like someone who can manage people, prioritize and drive outcome that give business value. നിങ്ങൾ മിഡിൽ മാനേജ്മെൻറ്റ് ലെവലിലേക്കുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ചാൽ മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരമായിരിക്കും. താങ്ക് യു.